ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശികൾക്ക് എങ്ങനെയായിരുന്നാലും വേണ്ടില്ല ഹിന്ദുക്കളെ വംശനാശം സംഭവിപ്പിക്കണം. ഒരു സംവരണ വിരുദ്ധമായി ബംഗ്ലാദേശിൽ തുടങ്ങിയ ഒരു പ്രതിഷേധ സമരം, അതും വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നത്. 3-4 വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു സംവരണ വിഷയം ഒരു നാടിന്റെ പ്രധാനമന്ത്രി രാജിവെക്കുകയും അയൽ രാജ്യത്ത് അഭയം തേടുകയും 100 കണക്കിന് ആളുകളുടെ കൊലപാതകവും ബലാത്സംഗവും നാട് കടത്തലും എന്തെല്ലാം രൂപത്തിലേക്ക് കലാശിച്ചു നോക്കാം. ശരിക്കു പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം സംവരണമായിരുന്നോ? സംവരണ പ്രശ്നമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി 7% സംവരണം അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവർ ഒതുങ്ങേണ്ടിയിരുന്നില്ലേ? ഇല്ല. ഇവരെ ആരാണോ പിന്നിൽ നിന്ന് നയിച്ചത് അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ബംഗ്ലാദേശിനെ ഇസ്ലാമികവൽക്കരിക്കുക, ബംഗ്ലാദേശിന്റെ മതേതരത്വവും ജനാധിപത്യ സ്വഭാവവും എടുത്തുമാറ്റി ഒരു പാകിസ്ഥാനാക്കി മാറ്റുക. ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ നിയമങ്ങളാണ് അവർക്ക് പ്രാബല്യം. അങ്ങനെ ഗോത്ര നിയമത്തെ പുൽകുക എന്നതു മാത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു, എടുത്തു മാറ്റപ്പെട്ടു. രാഷ്ട്രപിതാവ്, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാന്റെ ചിത്രം പോലും എങ്ങും പാടില്ല. രൂപം, പ്രതിമ, ഫോട്ടോസ് ഒന്നും എങ്ങും പാടില്ല എന്ന് ഇടക്കാല സർക്കാരായ യൂനിസ് സർക്കാർ തീരുമാനിക്കുന്നു. ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിന്റെ കറൻസിയിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം വരെ മായ്ക്കപ്പെടുന്നു. നോട്ടുകൾ വീണ്ടും അച്ചടിക്കു കൊടുക്കുന്നു. ഏതെല്ലാം രൂപത്തിലാണെന്ന് നോക്കിക്കുക. അപ്പോൾ ഇവരുടെ പ്രശ്നം ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിരുന്നു. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇവരേതൊക്കെ രൂപത്തിൽ കെട്ടിയാടണോ അതെല്ലാം ഇവര് ചെയ്തു. അതിന്റെ ഭാഗമായി നമ്മൾ കണ്ട ഒരു നാടകത്തിന്റെ പകുതി മാത്രമാണ് ഈ സംവരണ വിരുദ്ധ പ്രശ്നം. ശരിക്കു പറഞ്ഞാൽ സംവരണ പ്രശ്നമായിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് 1-2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഷെയ്ഖ് ഹസീനയെ അധികാര കസേരയിൽ നിന്നും താഴെ ഇറക്കണം. 2, സിയാഉർ റഹ്മാൻ ഉണ്ടല്ലോ, അവരെ അധികാരത്തിൽ കയറ്റണം. അപ്പോ അവരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പഴയ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാരിനെ സ്ഥാപിക്കണം, BNP, അവാമി ലീഗിനെ പുറത്താക്കണം, ഷെയ്ഖ് ഹസീന. അതോടുകൂടി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉണ്ടാകാൻ പാടില്ല, ഹിന്ദുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം. ഇതൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമായിരുന്നു. അതവർ നേടിയെടുത്തു. ഇന്ത്യ പല ആവർത്തി പറഞ്ഞു, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. മാലിദ്വീപിനേക്കാൾ വലിയ രൂപത്തിൽ ഒരു വില നിങ്ങൾ നൽകേണ്ടി വരും. ആര് കേൾക്കാൻ? കേട്ടില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. അവർക്ക് പൗരത്വം നൽകി സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ സ്വതന്ത്ര ഭാരതത്തിനുമുണ്ട്. അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരുമാണ്. എന്നിട്ട് അതിന് നരേന്ദ്രമോദിയുടെ വാക്കിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇപ്പോൾ പട്ടിണി കിടന്ന് ചാവാനായപ്പോൾ അന്ധകാര നിബിഡമായ ലോകത്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നായപ്പോൾ കയ്യും കാലും കാണിച്ച് തെണ്ടിപ്പിച്ചെടുത്തതാ വന്നിരിക്കുവാണ് ഇന്ത്യയോട്. 50 ലക്ഷം ടൺ അരി വേണമത്രേ, ഇന്ധനം വേണമത്രേ. പോയി കിടന്ന് ചത്തോളാനാ മോദി പറഞ്ഞത്. രക്ഷയില്ല. ഇതുവരെ ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ അമരക്കാർ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോഴെല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇനിയും അങ്ങനെ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല തവണയായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടും വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ചില ചിത്രങ്ങൾ, വിഷ്വൽസ് നമ്മൾ കാണുവാണ്. എന്നിട്ട് ബംഗ്ലാദേശിലും
മാധ്യമ പ്രവർത്തകരുണ്ടെന്ന് അത് ഞങ്ങൾക്ക് മനസ്സിലായി. ബംഗ്ലാദേശിലെ മാധ്യമ പ്രവർത്തകരുടെ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് മനസ്സിലായി. അവരുടെ ക്യാമറ കണ്ണുകളുടെ രാഷ്ട്രീയവും ഞങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട് സത്യത്തെ എത്ര കാലം ഇവർക്ക് മൂടിവെക്കാൻ കഴിയും? ഇപ്പോൾ ബംഗ്ലാദേശ് പട്ടിണിയും പരിവട്ടവുമായി കറങ്ങിത്തിരിയുമ്പോൾ ഇന്ത്യ അവരെ കൈപിടിച്ച് സഹായിച്ചേ പറ്റൂ എന്ന രൂപത്തിലാണ് UN അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. നമസ്കാരം. ഇന്ത്യൻ സൈന്യം ഇടപെട്ടുകൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത, പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക തീവ്രവാദികൾ, രാജ്യത്ത് ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയും അവർ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പാകിസ്ഥാനോട് തങ്ങളുടെ രാജ്യം പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അട്ടിമറിക്കുകയും പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇടക്കാല സർക്കാരിനെ അവരോധിക്കുകയും ചെയ്തത്. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് അവിടെ ഇടക്കാല സർക്കാരിന്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു മുഖ്യ ഉപദേശകൻ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ശത്രു രാജ്യങ്ങളെ പോലെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണോ ഇപ്പോഴുള്ള ബന്ധം, അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ മുൻകൈയെടുക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീന അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതാണ് അവരെ ചൊടിപ്പിക്കുന്നത്. ഇതാണ് അവിടുത്തെ 57ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് കാഫിർ ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധൻ ഭരിക്കുന്ന ഈ ഭാരതം തന്നെ ഷെയ്ഖ് ഹസീന അഭയത്തിന് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അത് ചിന്തിച്ചാൽ മതി. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കുകൾക്കെതിരെ അവർക്ക് അക്രമം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളികൾ അവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ മുൻ സൈനികരും ഒക്കെ ഈ കഴിഞ്ഞ ആഴ്ച നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയെ ആക്രമിക്കും, അതുപോലെ തന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തും, ഇന്ത്യയെ വിവിധ പ്രദേശങ്ങളായി വിഭജിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. മുഹമ്മദ് യൂനസ് ഭരണകൂടം അധികാരത്തിൽ വന്ന ഉടനെ തുറന്നുവിട്ട ചില ഭീകരവാദികളൊക്കെ പശ്ചിമ ബംഗാളിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപം ആരംഭിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇങ്ങനെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ മ്യാൻമാർ എന്ന മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്ത് കുറച്ചധികം ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് മ്യാൻമാറിലെ ഒരു വിമത സൈനിക വിഭാഗമുണ്ട്, അരാക്കൻ സേന എന്നറിയപ്പെടുന്ന വിമത സൈനിക വിഭാഗം. ഈ വിഭാഗം ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, മ്യാൻമാറിനോട് ചേർന്ന് അതിർത്തി പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 370 കിലോമീറ്ററോളം ബംഗ്ലാദേശിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ സൈന്യം. ഈ അരാക്കൻ സൈന്യം ശക്തമായ ഒരു സേനാ വിഭാഗം തന്നെയാണ്. ഏതാണ്ട് 38,000-ഓളം സൈനികർ ഈ ഇവരുടെ സൈനിക വ്യൂഹത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവർ അതീവ ലളിതമായി തന്നെ അവിടെ കാവൽ നിൽക്കുകയായിരുന്ന ബംഗ്ലാദേശിന്റെ സൈനികരെ തുരത്തി ഓടിക്കുകയും 271 കിലോമീറ്ററോളം ദൂരം അതിർത്തി കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് വലിയൊരു ഭൂവിഭാഗം അവർ പിടിച്ചെടുത്തിരിക്കുന്നു. മാത്രമല്ല, തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻ ഐലൻഡ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സേനാ വിഭാഗത്തിന്റെ അധീനതയിലാകും എന്ന വിവരവും അവിടെ നിന്ന് വരുന്നുണ്ട്. തീർച്ചയായും ബംഗ്ലാദേശിലെ ഭരണകൂടത്തിനോ ബംഗ്ലാദേശിലെ സൈന്യത്തിനോ ഈ അരാക്കൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിന് വന്ന ഒരു വിധിയാണിത്. ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ പിന്നീട് ബംഗ്ലാദേശ് ഇല്ല. പക്ഷെ എന്നാലും എതിരാളിയുടെ ശക്തിയും വലിപ്പവും കഴിവും മികവും അറിഞ്ഞിട്ടല്ല ബംഗ്ലാദേശ് കളിക്കുന്നത്. മുഴുവനും ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുകയും ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഇന്ത്യയുടെ പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഡ്രോണുകളടക്കം വിന്യസിച്ചുകൊണ്ട് ഇന്ത്യയെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി മറുഭാഗത്തു നിന്നും മ്യാൻമാർ അതിർത്തിയിൽ നിന്നും അവരുടെ വിമത സൈന്യം ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറിയിരിക്കുകയാണ്. സെന്റ് മാർട്ടിൻ ദ്വീപ് അടക്കം ബംഗ്ലാദേശിന് നഷ്ടപ്പെടുന്ന തന്ത്രപ്രധാനമായ മേഖലകൾ ഇപ്പോൾ ബംഗ്ലാദേശിന് നഷ്ടപ്പെടുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും ഈ അരാക്കൻ ആർമി ആർക്ക് വേണ്ടിയാണ് ബംഗ്ലാദേശ് ആക്രമിച്ചത്? ഇവര് തമ്മി തല്ലിത്തീരും. ഒരു പൊതുശത്രു ഇല്ലെങ്കിൽ, ഒരു നിഴൽ ശത്രു ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. ഇബിലീസ് ഇല്ലാതെ പടച്ചോന് പോലും നിലനിൽപ്പില്ലാത്തതുപോലെ ഇവര് അങ്ങനെ ഒരു പൊതുശത്രു ഇല്ലാത്തടത്ത് ഇവർ പരസ്പരം തമ്മിലടി തുടങ്ങും. എവിടെയാ ഇവർ സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുള്ളത്? നന്ദി.